ഈസ്റ്റർ പ്രത്യാശയുടെയും പ്രതീക്ഷകളുടെയും നിമിഷങ്ങളാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. മാത്രമല്ല, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിന്തകളാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ ലോകം അവനെ ക്രൂശിച്ചു കളഞ്ഞു. അവിടുന്ന് ജീവനർപ്പിച്ച് മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച്, ഹേ മരണമേ, നിന്റെ വിജയം എവിടെ എന്നാർത്തുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഏവർക്കും ഈ അനുഭവം ഈ മരണത്തിൽ നിന്ന് ഉയർക്കുവാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. യേശുവിൻ്റെ മരണം അത് ആകസ്മികമായിരുന്നില്ല. അത് ഒരപകടവുമായിരുന്നില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നതായിരുന്നു. അവിടുന്ന് മരണം സ്വയം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ശരി. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവിടുത്തെ ജീവൻ യേശു സ്വയം സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യനോടുള്ള കരുണയെ കാൽവരി ക്രൂശിൽ യേശു പ്രദർശിപ്പിച്ചു. കരുണയുടെ ഒരു സാഗരമാണ് യേശു. ഡോക്ടർ പൗലോസ് തുടിയൻ എഴുതിയ മനോഹരമായ ഈ വരികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കരുണയിൻ സാഗരമേ, സാഗരമേ, എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം. കരുണയിൻ സാഗരമേ, എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം. ജനമെന്നെയും തേടി വൻ ക്രൂശു ചുമന്നോ നീ. ജനമെന്നെയും തേടി വൻ ക്രൂശു ചുമന്നോ നീ. എൻ പാപത്തിൻ ഫലമാ മരണം സഹിച്ച്, എൻ പാപത്തിൻ ഫലമാ മരണം സഹിച്ച് എന്നെയും വീണ്ടെടുത്തോ. കരുണയിൻ സാഗരമേ, എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ കാൽവരിയിൻ സ്നേഹം.
സാഗരമേ എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ. കാൽവരിയിൻ സ്നേഹം മരണത്തിൻ ശക്തിയെ തകർത്തു, സാത്താനെ ജയിച്ചു നീ. മരണത്തിൻ ശക്തിയെ തകർത്തു, സാത്താനെ ജയിച്ചു നീ. ഈ അടിമയമെന്നെ വിടുവിച്ചതാ, ഈ അടിമയമെന്നെ വിടുവിച്ചതാ. എന്നും നിന്നടിമ ഞാൻ. കരുണയിൻ സാഗരമേ എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ. കാൽവരിയിൻ സ്നേഹം കരുണയിൻ സാഗരമേ എന്നെന്നും പാടിപ്പുകഴ്ത്തും ഞാൻ. കാൽവരിയിൻ സ്നേഹം. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്നേഹത്തെ പോലെ മറ്റെന്തുണ്ട് ഈ ഭൂമിയിൽ? ആരുണ്ട് നമ്മെ ഇതുപോലെ സ്നേഹിക്കുവാൻ? ആരുണ്ട് നമുക്ക് ഇതുപോലെ സ്നേഹിക്കുവാൻ? വിശുദ്ധ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, പത്രോസേ, നീ ഇവരിൽ നിന്നധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ആ ചോദ്യം പൗലോസ് തുടിയൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുകയുണ്ടായി. എല്ലാറ്റിലും ഉപരിയായി കർത്താവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന ധ്യാനത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഗാനം. സ്നേഹിച്ചിടും ഞാൻ എന്നാത്മനാഥനെ, കാൽവരി ക്രൂശിൽ ജീവനും തന്നു സ്നേഹിച്ചതെന്നെ നീ. കാൽവരി ക്രൂശിൽ ജീവനും തന്നു സ്നേഹിച്ചതെന്നെ നീ. സ്നേഹിച്ചിടും സ്വർഗത്തിൽ രാജാവു നീ, ഭൂവിൽ പുൽക്കൂട്ടിൽ ജാതനായി. കാടുകൾ മേടുകളിൽ എന്നെ തേടി നടന്നവൻ നീ. കൈകാൽ വിരിച്ച കാൽവരി ക്രൂശിൽ കണ്ടെത്തി എന്നെ നീ. കണ്ടെത്തി എന്നെ നീ. സ്നേഹിച്ചിടും ഞാൻ എന്നാത്മനാഥനെ, കാൽവരി ക്രൂശിൽ ജീവനും തന്നു സ്നേഹിച്ചതെന്നെ നീ. കാൽവരി ക്രൂശിൽ ജീവനും തന്നു
കൊടിക്കീഴിൽ മാറും എന്നാകുലങ്ങളെല്ലാം നിൻമുഖ തേജസ്സിനാൽ മായും എന്നാലസ്യങ്ങളെല്ലാം ഇന്നലെയും ഇന്നും എന്നും അനന്യന നിന്മാർവിൽ ചാരും ഞാൻ നിന്മാർവിൽ ചാരും സ്നേഹിച്ചിടും ഞാൻ എന്നാത്മനാഥനെ കാൽവരി ക്രൂശിൽ ജീവനും തന്നു സ്നേഹിച്ചതെന്നെ നീ കാൽവരി ക്രൂശിൽ ജീവനും തന്നു സ്നേഹിച്ചതെന്നെ നീ സ്നേഹിച്ചിടും യേശുവിൻ്റെ സ്നേഹം അത്ഭുതകരമായ സ്നേഹമാണ്. നമ്മുടെ താഴ്ചകളിൽ നമ്മെ ഓർക്കുന്ന സ്നേഹം, നാം തളർന്നു പോകുമ്പോൾ, നാം വീണു പോകുമ്പോൾ നമ്മെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന സ്നേഹം. മാത്രമല്ല, നാം സങ്കടത്താൽ തളരുമ്പോൾ നമ്മെ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. അവിടുത്തെ പൊൻകരങ്ങളാൽ താങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം. എത്ര ശ്രേഷ്ഠമായ ഒരു സ്നേഹമാണ് യേശു നമുക്ക് നൽകിയത്. ഈ ഉത്ഥാനത്തിൻ്റെ ദിനത്തിൽ നമുക്ക് ആ സ്നേഹം ഓർക്കാം, യേശുവിനോട് ചേരാം, യേശുവിൻ്റെ സാന്ത്വന വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. ഡോക്ടർ പൗലോസ് തുടിൻ എഴുതിയ വളരെ മനോഹരമായ ഈ ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. എൻ മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. താഴ്ചയിൽ എന്നെ ഓർത്തതാ തന്തയ എന്തത്ഭുതം, താഴ്ചയിൽ എന്നെ ഓർത്തതാ തന്തയ എന്തത്ഭുതം. വീഴാതെന്നെ താങ്ങിടും പൊൻകരങ്ങളെന്നാശ്രയം, വീഴാതെന്നെ താങ്ങിടും പൊൻകരങ്ങളെന്നാശ്രയം.
40 ആണ്ടും മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയ 40 ആണ്ടും മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയ നല്ലിടയനെന്നെയും നാൾകൾ തോറും നടത്തിടും. നല്ലിടയനെന്നെയും നാൾകൾ തോറും നടത്തിടും. എൻ മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. സങ്കടത്താൽ തളരുമ്പോൾ സങ്കേതം അവൻ നെഞ്ചിലാ. സങ്കടത്താൽ തളരുമ്പോൾ സങ്കേതം അവൻ നെഞ്ചിലാ. പൊൻകരങ്ങൾ താങ്ങിയൻ കണ്ണുനീർ തുടച്ചിടും. പൊൻകരങ്ങൾ താങ്ങിയൻ കണ്ണുനീർ തുടച്ചിടും. എൻ മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. മണ്ണിലൊരു മൺപാത്രമായി മൺമറഞ്ഞു പോകും ഞാൻ. മണ്ണിലൊരു മൺപാത്രമായി മൺമറഞ്ഞു പോകും ഞാൻ. വിണ്ണിലൊരു പൊൻതാരമായി മിന്നിടും തൻ തേജസ്സിൽ. വിണ്ണിലൊരു പൊൻതാരമായി മിന്നിടും തൻ തേജസ്സിൽ. എൻ മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. എൻ മനമേ വാഴ്ത്തുക നാഥനെ, അവനെന്നും നല്ലവൻ, അവനെന്നും നല്ലവൻ. കർത്താവിൻ്റെ സ്നേഹം അനന്തമാണ്, മാത്രമല്ല അതുല്യമാണ്, അളവില്ലാത്തതുമാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും തീർന്നു പോകുന്നില്ല. കാരണം അവിടുന്ന് നിത്യം ജീവിക്കുന്നവനാണ്. നമുക്ക് നിത്യജീവൻ തരാൻ അവിടുന്ന് കുരിശിൽ മരിച്ചു. എങ്കിലും 3-ാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇനി മരണത്തിന് കർത്താവിനെ പരാജയപ്പെടുത്തുവാനാവില്ല, കീഴ്പ്പെടുത്തുവാനാവില്ല. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ച എൻ രക്ഷക.
സ്നേഹിച്ച എൻ രക്ഷക, നിന്ദയയും കരുണയും ആസ്വദിക്കുന്നെന്നും ഞാൻ. നിന്റെ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കുന്നെപ്പോഴും. നിന്റെ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കുന്നെപ്പോഴും. ദുഃഖങ്ങളിൽ സന്തോഷം, വേദനയിൽ ആശ്വാസം, രോഗങ്ങളിൽ സൗഖ്യവും തന്നിടുന്ന നായക, സ്നേഹിച്ചിടും നിന്നെ ഞാൻ, സേവിച്ചിടുമെന്നും ഞാൻ. സ്നേഹിച്ചിടും നിന്നെ ഞാൻ, സേവിച്ചിടുമെന്നും ഞാൻ. കൂരിരുളിൽ വീണാലും കണ്ണുനീർ ചൊരിഞ്ഞാലും നിൻ കരങ്ങൾ താങ്ങിടും. കണ്ണുനീർ തുടച്ചിടും, നിൻ സ്വരങ്ങൾ കേട്ടിടും. പിന്തുടരുമെന്നും ഞാൻ, നിൻ സ്വരങ്ങൾ കേട്ടിടും. പിന്തുടരുമെന്നും ഞാൻ. നിൻമുഖ പ്രകാശത്താ, നിൻമൊഴിയിൻ ശക്തിയാ, എൻ ഹൃദയം ശോഭിച്ചും എൻ വഴി